ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെല്ലാം ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് നിന്ന് ഇപ്പോൾ കുഴഞ്ഞുകൊണ്ട് മരണപ്പെടുക. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാണ് നമ്മുടെ ഇതിനകത്തൊരു ഏറ്റവും, കാരണം ഇപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കൊലാപ്സ് ചെയ്യുന്ന പേഷ്യന്റ് കൂടുതൽ ബൈസ്റ്റാൻഡർ CPR വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതിന് സാക്ഷിയാകുന്ന ഡോക്ടർ ആരാന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മരണത്തിൽ നിന്ന് ആളുകളെ പിടിച്ച് പൊന്തിച്ചു കൊണ്ടുവരുന്ന ആളുകളും കാർഡിയോളജിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് അറിയാം, ഇന്ന് ഈ മനുഷ്യർ നേരിടുന്ന രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഹൃദ്രോഗമാണ്. മാത്രമല്ല മരണത്തിന് കാരണമാകുന്ന നമ്പർ 1 ഡിസീസ് കൂടിയാണ്. പിന്നെ അതിലുപരി ഇന്ന് ഇന്ത്യ വന്നിട്ട് ഹൃദ്രോഗത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി മാറുകയാണ്. മാത്രമല്ല പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ന് കേരളത്തിൽ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളി ആയിക്കോട്ടെ, ജീവിതശൈലി രോഗങ്ങളും അതേപോലെ ഹൃദ്രോഗവും വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെയധികം പ്രസക്തിയേറിയ ഒരു ടോപ്പിക്കാണെന്നുള്ളത് കൊണ്ടും മാത്രമല്ല നമ്മുടെ കോഴിക്കോട്ടെ മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻറ്റർ അത് ഹൃദ്രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള സെൻ്ററാണ്. അവിടുത്തെ 3 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഞാൻ ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കൂടെ ഡോക്ടർ അരുൺ ഗോപി ഉണ്ട്, പുള്ളി സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ആണ്. പിന്നെ അതേപോലെ ഡോക്ടർ PV ഗിരീഷ് ഉണ്ട്, അദ്ദേഹം സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് കാർഡിയോളജിസ്റ്റ് ആൻഡ് ഹാർട്ട് ഫെയിലിയർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ 11 വർഷമായി ഇപ്പോൾ നമ്മുടെ ഈ കാർഡിയോളജിയിലുള്ള ഈ മെട്രോമെഡിൻ്റെയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, ഇതിനിടയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും പല ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അത് 7 വർഷം മുമ്പാണ് വന്നത്. അദ്ദേഹം ഇപ്പോഴും നല്ല ഹെൽത്തി ആയി ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പേഷ്യൻറ്റിനെ കോർഡിനേറ്റ് നമ്മുടെ ഫസ്റ്റ് അനുഭവം കൂടിയാണ്. ഈവൻ മലബാറിൽ തന്നെ ഒരു ചരിത്രം കുറിച്ചൊരു സംഭവമായിരുന്നു അത്. അന്ന് അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇരുന്നിട്ട് ഞാനായിരുന്നു. നന്ദകുമാർ സാറും അതേപോലെ സർജറി അനസ്തീഷ്യ ടീം വന്നിട്ട് ഹാർട്ടിനെ ഡോണർ ഹാർട്ടിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ റെസിപ്പിയൻ്റ് ആണെങ്കിൽ വളരെ സിക്കാണ്, ലൈക്ക് ഹി വിൽ ഡൈ അറ്റ് എനി മൊമെൻ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പം രാത്രി 1 മണി 2 മണി സമയമാണ് ഈ ടീം വരുന്നത്. അപ്പോൾ പുള്ളി വന്നിട്ട് ആ സമയത്ത് ഈ ഹാർട്ട് വന്നിട്ട് വേണം ഇദ്ദേഹത്തിൽ തുന്നിപ്പിടിപ്പിക്കാനും. പക്ഷേ അതുവരെ ഈ കൊണ്ടുവരുന്ന ഹാർട്ടിനൊന്നും സംഭവിക്കാൻ പാടില്ല, ഇയാളുടെ ജീവനും ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ വളരെ ആ രാത്രി പെട്ടെന്ന് പേഷ്യൻ്റ് ബാഡായി. നമുക്കെല്ലാവർക്കും ഒരു ഭയങ്കര തുടിപ്പ്, കാരണം ഇത്രയും പ്രവർത്തിച്ച് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വന്ന ഒരു നിമിത്തമായി നടക്കണം. അതിൻ്റെ ഇടയിൽ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് ലൈക്ക് നിയർ കാർഡിയാക് അറസ്റ്റ് പോയി. ഞാൻ ആകെ വേർത്തുപോയി. കാരണം ഈ ഹാർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുവരെ ഇദ്ദേഹം സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ മിഷൻ മൊത്തം ഫെയിലിയറായി. എന്നിട്ട് ആ പേഷ്യൻ്റ് ഹോൾഡ് ചെയ്തു, പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ ഹോൾഡ് ചെയ്തു, സപ്പോർട്ട് കൊടുത്തു, നിർത്തി അദ്ദേഹത്തിൻ്റെ ഇത് മാറ്റി പിറ്റേ ദിവസം അത് തുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രത്യേക ഒരു അനുഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട്, നമ്മൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതിന് സാക്ഷിയാകുന്ന ഡോക്ടർ ആരാന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മരണത്തിൽ നിന്ന് ആളുകളെ പിടിച്ച് പൊന്തിച്ചു കൊണ്ടുവരുന്ന ആളുകളും കാർഡിയോളജിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ത്രില്ലിങ് അല്ലെങ്കിൽ മറക്കാനാവാത്ത മൊമെന്റ്സ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു അനുഭവം എൻ്റെ ഒരു ലൈഫിൽ വല്ലാത്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം ഇതേപോലെ നമ്മൾ ഹൈവേൻ്റെ സൈഡിലായതുകൊണ്ട് സംഭവിച്ചതാണിത്. പേഷ്യൻ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റാണ്, മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി പെട്ടെന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, ഡ്രൈവർക്കും ഇവർക്കൊക്കെ മരിച്ചു എന്ന് തോന്നിയത് കൊണ്ട് ഇനി എന്തിന് കോളേജിൽ വരെ പോകുന്നു എന്ന ഉദ്ദേശത്തിൽ നമ്മൾ ഹൈവേൻ്റെ സൈഡിലാണല്ലോ നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഇറക്കി. അപ്പോൾ ഈ പേഷ്യൻ്റ് ആക്ച്വലി മരിച്ചിട്ടില്ല. ഈ പേഷ്യൻ്റിന് ഒരു വളരെ വീക്കായിട്ടുള്ള പൾസ് BP ഉണ്ട്. അങ്ങനെ നമ്മുടെ ടീം ഉടനെ ഈ CPRും കഴിഞ്ഞൊക്കെ ചെയ്തു, റിസസിറ്റേഷൻ ചെയ്തു, ഇൻറ്റുബേറ്റ് ചെയ്തു, നേരെ കാത്ത് ലാബിലേക്ക് സമയം വൈകാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ കാത്ത് ലാബിലേക്ക് എത്തിച്ചു. ആ പേഷ്യൻറ്റിന് ബ്ലോക്കായി കിടക്കുന്ന ബ്ലോക്കിനെ നീക്കി ആ പേഷ്യൻ്റ് റിവൈവ് ചെയ്തു. നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്ന ഒരു ബ്രെയിൻ ഡാമേജ് ഇല്ലാതെ സർവൈവ്. ഇതൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എക്സ്പീരിയൻസിൽ കാർഡിയോളജിസ്റ്റിന്റെ റോൾ എപ്പോഴും ഒരു ചാലഞ്ചിങ് റോളാണ്. കാരണം മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ ഇറക്കുന്നത്. പക്ഷെ അത് ആ വിത്തിൻ ഒരു ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടന്നത് കൊണ്ട് നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. സാർ പറഞ്ഞ മാതിരി ഇപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കൊലാപ്സ് ചെയ്യുന്ന പേഷ്യന്റ് കൂടുതൽ ബൈസ്റ്റാൻഡർ CPR വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഈ CPR നമ്മൾ ഒരുപാട് പബ്ലിക്കിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയതാണ്. കാരണം CPR എല്ലാ ആളുകൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സംഭവമാണ്, ഒരു ഡോക്ടേഴ്സ് മാത്രമല്ല. കാരണം ഈ കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അടുത്തുള്ള ആളാണല്ലോ ഫസ്റ്റ് CPR, ബൈസ്റ്റാൻഡർ CPR ആണല്ലോ. അപ്പം ബൈസ്റ്റാൻഡർ കറക്റ്റ് ടൈമിൽ CPR പ്രോപ്പർ രീതി ചെയ്തു കഴിഞ്ഞാൽ
അയാളാണ് ഡിറ്റർമിൻ ചെയ്യുന്ന ഇവരൊരു പെർമനന്റ് ന്യൂറോളജിക് ഡാമേജ് ഇല്ലാതെ വരുമെന്നുള്ളത്. നമ്മൾ എല്ലാ വർഷവും ഈ വേൾഡ് ഹാർട്ട് ഡേന്റെ സമയത്തും അതേപോലെ മറ്റ് പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയിട്ട് നമ്മൾ CPR ക്ലാസ്സുകൾ എടുത്ത് ട്രെയിനിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും എവറി ഇൻഡിവിജ്വൽ ഷുഡ് നോ സം ബേസിക്സ് അബൌട്ട് CPR എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഓരോ ടൈം പോകുന്നതനുസരിച്ച് ബ്രെയിനിൽ ഡാമേജ് വരും. കാരണം ബ്രെയിനിൻ്റെ ഡാമേജ് അൺഫോർച്ചുനേറ്റ്ലി പെർമനൻ്റാണ്. വന്നു കഴിഞ്ഞാൽ ഒരു ഡെഫിസിറ്റ് വന്നാൽ പെർമനൻ്റാണ്, പിന്നെ അത് ലൈഫ് ലോങ് അത് വെച്ച് ജീവിക്കണം. അതാണ് അപ്പം എത്ര പെട്ടെന്ന് CPR ഇനീഷ്യേറ്റ് ചെയ്യാം, അത് പ്രോപ്പറായി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ പിന്നത്തെ നമ്മുടെ വർക്കിനും ഒരു നല്ലൊരു റിസൾട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മെട്രോ കാർഡിയാക് സെൻ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് ഹൃദ്രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ ഫോക്കസ്ഡ് ആയിട്ടും വളരെ ഒരു ടീമിൻ്റെ ഒരു ചികിത്സ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇന്ന് മറ്റ് സ്പെഷ്യാലിറ്റിനേക്കാളും ഇന്ന് ഹൃദ്രോഗത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഒരുപാട് ഒരു വൈഡായി അല്ലെങ്കിൽ സബ് സ്പെഷ്യാലിറ്റികൾ വീണ്ടും ഉണ്ടായി വരികയാണ്. ഇന്നിപ്പോൾ ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എടുത്താലും കാർഡിയോളജി എന്ന് പറയുന്നത് അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. നേരെ മറിച്ച് ഇന്ന് മരണത്തിൻ്റെ കാരണമാകുന്നതിൽ ഏകദേശം 40% ഹൃദ്രോഗമാണ്. അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായി നിൽക്കാതെ അതിനുവേണ്ടി ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു വിപുലമായിട്ടുള്ള ഒരു ഇതാണ് നമ്മളിവിടെ മെട്രോയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ 10-11 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്കിവിടെ കാഴ്ചവെക്കാൻ പറ്റിയത്. തീർച്ചയായും. അതുപോലെ സർ, ഈ പറഞ്ഞ മാതിരി പണ്ട് മെഡിപ്പിനൊക്കെ നമ്മൾ മരുന്നായിരുന്നല്ലോ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. കുറേ കാലം മരുന്ന് കൊണ്ടുള്ള മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരുന്നല്ലോ മെഡിപ്പിൻ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോർത്ത് കേരളയിൽ അതെ ആക്ച്വലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഇതിൽ കൂടുതൽ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുമ്പോഴാണ് ഓരോ ഏരിയ, ഇപ്പം മെഡിപ്പിൻ്റെ തകരാറ് മാത്രമുള്ള ഇലക്ട്രോഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഡോക്ടർ അരുൺ ഗോപി ഇവിടെ ഹെഡ് ചെയ്യുന്നത്. ഐ തിങ്ക് ഡോക്ടർ അരുൺ ഗോപിക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് പറയാൻ പറ്റുന്നു. അല്ല, ശരിക്കും നമ്മൾ ഇപ്പം ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഒരു അവസ്മാരം പോലെ മരുന്ന് കൊടുക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മെഡിപ്പിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഒരു മരുന്നങ്ങത്ത് കഴിച്ച് തുടങ്ങുക. മിക്കവർക്കും എല്ലാവർക്കും മരുന്ന് കഴിക്കുന്നതാണ് സമാധാനം. എല്ലാവരും ചോദിക്കും മരുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ മരുന്ന് കുറച്ച് കാലം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് ഇനി നിർത്താൻ പറ്റുമോ? എല്ലാവർക്കും ഉള്ളതാണ്. ആദ്യത്തെ ഒരു 6 മാസം കഴിക്കാൻ എല്ലാവർക്കും ഓക്കെയാണ്, കാരണം അസുഖം കുറച്ച് കുറഞ്ഞു എന്നാണ്. അപ്പോൾ കുറച്ച് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വന്ന് കാണിക്കുമ്പോൾ പിന്നെയും പറയും 6 മാസം കൂടെ കഴിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം ഫോളോ അപ്പിൽ എല്ലാവരും വരുമ്പോൾ ആകെ ചോദിക്കുന്നത് എപ്പം നിർത്താൻ പറ്റും. അങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോൾ അവസാനം നിർത്താൻ പറഞ്ഞില്ലെങ്കിലും അവരവസാനം കുറച്ച് കഴിയുമ്പോൾ നിർത്തുമ്പോൾ എന്താ ഇത് തിരിച്ച് മിടുപ്പ് അതേപോലെ വരും. ആൻഡ് അടുത്ത ഓരോ തവണ കൂടി വരുമ്പം ശക്തി എൻ്റെ കൂടി വരും. അപ്പം അവസാനം പലപ്പോഴും നമ്മളിപ്പം ഒരു 10 വർഷം മുമ്പ് ഇതിൻ്റെ ഇത് നോക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം പോലും ശരിക്കും പറഞ്ഞാൽ പലരും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പോലും അറിയില്ല. പല പേഷ്യൻസും ഇപ്പം പേഷ്യൻസിന് പോട്ടെ, ഈവൻ ഡോക്ടേഴ്സിന് പോലും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. സ്വാഭാവികമായിട്ടും ഒരു പേഷ്യന്റ് ഒരു ഹാർട്ടിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. പക്ഷേ ഈ ഇലക്ട്രോഫിസിയോളജി അല്ലെങ്കിൽ RF അബ്ലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു നീഡിൽ പങ്ക്ചർ വഴി ഈവൻ സ്കാർ പോലും ഇല്ലാതെ ഒരു ദിവസത്തെ അഡ്മിഷൻ ചെയ്യാൻ ആദ്യം ഇതിന്റെ ഇപ്പൊ ഈ ഇലക്ട്രോഫിസിയോളജി വിഭാഗം പറഞ്ഞാൽ തന്നെ പലരും ഇപ്പൊ ഹാർട്ട് ബീറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഈ മരുന്ന് കഴിക്കുന്നവർ ഈവൻ ഇൻക്ലൂഡിങ് മിക്ക ഡോക്ടേഴ്സിന്റെ റിലേറ്റീവ്സ് പലരും ഡോക്ടേഴ്സ് തന്നെ, പേഷ്യൻസ് തന്നെ ഇപ്പോൾ ഡോക്ടറായിട്ടുള്ളവർക്കും ഈ ഹാർട്ടിന് മെടുപ്പ് പ്രശ്നമുള്ളവർ ആർക്കും ഇതിനെപ്പറ്റി നെറ്റിലൊക്കെ നോക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് വിദേശത്ത് മാത്രം നടക്കുന്ന എന്തോ ചികിത്സാ രീതിയാണ്, എന്തോ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണ്. അല്ല, മിടുപ്പിന് ഈവൻ നമ്മളിപ്പോൾ ഇപ്പം ലാസ്റ്റ് ഒരു 10 years നോക്കുകയാണ്, 10 years ഇവിടെ മുമ്പ് വരുമ്പം ഈ ഭാഗത്തെങ്ങും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഇല്ല. അപ്പം പ്രശ്നം വരുന്നവർ ജീവിതകാലം ഫുൾ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേറെ സ്റ്റേറ്റിലോട്ടോ വല്ലതും ട്രാവൽ ചെയ്ത്, ചിലവർ പണ്ടൊക്കെ വിദേശത്ത് പോയി ഒരു ചികിത്സ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ പ്രൊസീജിയറിൽ എന്താ ഈ ഹാർട്ടിനകത്ത് ഉള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുള്ള ചെറിയൊരു ഡീവിയേഷൻ മാത്രമാണ്, ഒരു ചെറിയ എക്സ്ട്രാ ഫൈബർ ജന്മന ഇവർക്ക് വരുന്നു. അത് കാരണം ഇവർക്ക് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇരുന്നിരിപ്പിൽ പെട്ടെന്ന് അങ്ങ് ഹാർട്ട് ബീറ്റ് കൂടുന്നു. പെട്ടെന്ന് നോർമൽ ഒരു 60 to 100 ഒരാൾക്ക് ഹാർട്ട് ബീറ്റ്, അയാൾക്ക് ഇരുന്ന പെട്ടെന്ന് അയാൾക്ക് ഒറ്റയടിക്ക് ഒരു സ്വിച്ച് ഇട്ട പോലെ ഒരു 150-200 ഹാർട്ട് ബീറ്റ് ഷോർട്ട് സർക്യൂട്ട് വരും. ഇത്തരം പേഷ്യൻസിന് വേറൊരു സോഷ്യൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരെന്നും ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടാണ് അറിയപ്പെടുക. അവർ ഇടയ്ക്ക് അവർക്ക് മിടിപ്പ് വരും, അവർ കുഴഞ്ഞു വീഴും, അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ കൊടുക്കും, വീണ്ടും വരും. ആൾക്കാർക്ക് ചിലപ്പോൾ ക്ഷീണം മാത്രമേ വരുന്നത് എന്താണെന്ന് മനസ്സിലാവാനും പറയാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അപസ്മാര രോഗികൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നും അവരെ മുദ്ര കുത്തും, സ്റ്റിഗ്മ ഉണ്ട്, സോഷ്യൽ സ്റ്റിഗ്മ എന്നതുപോലെ ഈ മെഡിപ്പിന്റെ പ്രശ്നം. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് ആക്ച്വലി ഇതിന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിനേക്കാളും കുറഞ്ഞ ചെലവിൽ പെർമനന്റ് ക്യൂർ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഇത്ര കാലം ആളുകൾ അത് അറിയാതെ പോയി. പലരും ആക്ച്വലി അത് പെട്ടെന്ന് ഒരു കണ്ണിൽ ഇട്ടടയ്ക്കുന്ന ഒരാൾക്ക് മെടുപ്പാന്ന് പോലും മനസ്സിലാവില്ല. നമ്മൾ പലർക്കും ആ സമയത്തോടെ ECG കിട്ടാത്തതുകൊണ്ട് അറിയില്ല. ആൾക്കാർ പറയും ആ സമയത്ത് ECG എടുക്കാം, പക്ഷേ വരുന്നവനറിയാം ആ സമയത്ത്
പെട്ടെന്ന് പോയി ഒരു ഹോസ്പിറ്റലിൽ എത്തിപ്പോയി ECG എടുക്കാൻ പോലും പറ്റില്ല. പ്രയാസമാണ് അത്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു 8-10 വർഷം മുമ്പ് ഫസ്റ്റ് ഈ മലബാറിൽ തന്നെ ഇലക്ട്രോഫിസിയോളജിൻ്റെ ഒരു 3D മാപ്പിങ്ങോട് കൂടി വന്ന സമയത്ത് ആക്ച്വലി ആളുകൾക്ക് അതിനെപ്പറ്റി അത്ര ഡോക്ടേഴ്സിന് പോലും അറിയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ IMA പോലത്തെ പല വേദികളിലും ഇതിനെക്കുറിച്ച് നമ്മൾ CME പ്രോഗ്രാം ആക്ച്വലി എഡ്യൂക്കേറ്റിംഗ് ഡോക്ടേഴ്സ് ആയിരുന്നു, സിമ്പിൾ ആണെന്നുള്ളത്. പിന്നെയാണ് എഡ്യൂക്കേറ്റിംഗ് പബ്ലിക് വന്നത്. കാരണം ഡോക്ടേഴ്സ് തന്നെ ഇങ്ങനെ സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ആക്ച്വൽ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ രോഗി ജസ്റ്റ് ചെയ്യുന്ന ദിവസം രാവിലെ വരുന്നു, നമ്മൾ കാലിലൂടെ ചെറിയൊരു കത്തീറ്റർ ഇടുന്നു, ഇത് എവിടെ ഈ ഫൈബർ എന്നുള്ള കണ്ടെത്തുന്നു, ആ കത്തീറ്റർ ആ ഫൈബർ കൊണ്ട് ഒരു ലോക്കൽ ആക്ച്വൽ നമ്മൾ ഈവൻ സെഡേറ്റ് ചെയ്യാറില്ല. കാരണം ആള് കോൺഷ്യസ് ആകുമ്പോഴേ മെടുപ്പ് വരുള്ളൂ. ഈ പല പേഷ്യൻസും ഈ 10 വർഷം 15 വർഷമൊക്കെ ഈ മരുന്ന് കഴിച്ചിട്ട് അവസാനം ഇത് ചെയ്തു പോകുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ 10 വർഷം മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ചെയ്ത് നെക്സ്റ്റ് ഡേ ആരോഗ്യ വീട്ടിൽ പോകും. ഒരു 1 വീക്ക് വല്ലതും റെസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ കീ ഹോൾ പ്രൊസീജിയർ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ നടത്തി എണീച്ച് നോക്കിയിട്ടാണ് അവരെ വീട്ടിൽ വിടുന്നത്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാർഡിയോളജിയിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് ക്യൂർ ഉള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിസിയോളജി. ഈവൻ ആൻജിയോപ്ലാസ്റ്റി പോലും നമ്മൾ ചെയ്യുന്ന ഒരു റിപ്പയർ പോലെയാണ്, വീണ്ടും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അരുണിന്റെ അനുഭവത്തിൽ എങ്ങനെ എത്ര റിക്കറൻസ് വരുന്നത്? ഇതിനിപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പം ശരിക്കും ഇപ്പം എല്ലാ മാസവും ഒരു 40-50 പേർക്ക് ഈ പ്രൊസീജിയർ ചെയ്യുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ചെയ്യുന്നു. ഈ സാധാരണ ഹാർട്ട് ബീറ്റിന്റെ പ്രോബ്ലം SVT എന്ന് പറഞ്ഞതിന് സക്സസ് റേറ്റ് 98-99% ആണ്. 100 പേർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല ആക്ച്വലി റിക്കറന്റ് ആയിട്ട് ഇവിടെ വന്നത് 1-2 പേർക്ക് ഒഴിച്ച് ബാക്കി ആർക്കും ഈ പ്രശ്നം വരത്തില്ല. പിന്നെ വേറെ സങ്കീർണമായ മെഡിപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റൽ ഫിബ്രിലേഷൻ, ഈ ഇടയ്ക്കിടയ്ക്ക് തുടുപ്പ് വരിക, അതിനൊക്കെ നേരത്തെ പറഞ്ഞ ഏറ്റൽ ഫിബ്രിലേഷൻ പണ്ട് ഇവിടെ ഓപ്ഷൻസ് കുറവായിരുന്നല്ലോ, വളരെ കുറവായിരുന്നല്ലോ. ഇപ്പോൾ ക്രയോ അങ്ങനെ കുറെ ന്യൂവർ കൂടെ വന്നിട്ടുണ്ടല്ലോ. ഓൾമോസ്റ്റ് AFib പോലും നമുക്ക് ക്രയോ അബ്ലേഷൻ ചെയ്യാണ്. ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ താളം തെറ്റിയായിട്ട് തുടിക്കാം, ഫാസ്റ്റ് ആവുക മാത്രമല്ല മെഡിപ്പ് ഇറഗുലറും കൂടെ ആവാം, അതിന് സ്ട്രോക്ക് വരാം, ഹാർട്ട് ഫെയിലിയർ വരാം. ഇത് പേഷ്യന്റ് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുക ആക്ച്വലി? ഇങ്ങനെ ഇപ്പോൾ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് വരേണ്ടത്? അങ്ങനെ ബേസിക്കലി പലർക്കും അത് മനസ്സിലാവും. ഈ അവർക്ക് നോർമൽ ഇതിന് തന്നെ ഇരുന്നിരിപ്പിൽ തന്നെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവുക. പലർക്കും ആക്ച്വലി ആ സമയത്ത് ശ്വാസം മുട്ടൽ വരാം, ഒരു തലകറക്കം വരാം. ആ സമയത്ത് ഒരു ECG എടുത്താൽ അതേ സമയത്ത് കിട്ടുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നം ECGയിൽ കിട്ടും. അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് വരും. ഇവർക്ക് ഇടയ്ക്കായിരിക്കും വരാം, ചിലപ്പോൾ 6 മാസത്തെ ഒരിക്കലായിരിക്കും, ചിലപ്പോൾ വർഷത്തെ ഒരിക്കലായിരിക്കും. അങ്ങനെ വരുന്നവർ നമ്മളെ സമീപിച്ചാൽ നമ്മളിപ്പോൾ പറയാന്ന് വെച്ചാൽ EP സ്റ്റഡി ചെയ്ത് അസുഖം കണ്ടെത്തി അതേ സമയത്ത് തന്നെ കണ്ടെത്തുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനെ അങ്ങ് പെർമനന്റ് ആയിട്ട് ക്യൂറും ആക്കാൻ പറ്റും. AFibനൊക്കെ ഒരു 80-90% സക്സസ് റേറ്റ്. SVT എന്ന് പറഞ്ഞതിന് 98% സക്സസ് റേറ്റ്. അപ്പം പ്രശ്നം ബേസിക്കലി എന്ന് വെച്ചാൽ അതോടെ രോഗി രോഗവിമുക്തമാണ്. ആക്ച്വലി ഇപ്പൊ നമ്മുടെ കാർഡിയോളജി ഹോസ്പിറ്റൽ ഇലക്ട്രോഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോഫിസിയോളജിയിൽ തന്നെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ 2D മാപ്പിംഗ്, 3D മാപ്പിംഗ്, ഇപ്പൊ ക്രയോ, പിന്നെ അതേപോലെ അങ്ങനെ എക്സ്പാൻഡ് ആയി. ആക്ച്വലി ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു കാർഡിയോളജി തന്നെ നമ്മുടെ ആക്ച്വലി അതൊക്കെ ശരിക്കും പറയേണ്ട ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്. സയന്റിസ്റ്റ് കണ്ടുപിടിച്ച നമ്മളിപ്പോൾ പണ്ട് 10 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതേ അഡ്വാൻസ്മെന്റ് അവർക്കറിയാം. ഇപ്പം നമുക്കെല്ലാം ഓൺലൈനിൽ കൂടെ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ അതേ അഡ്വാൻസ്മെന്റ് കാർഡിയോളജിയിലും വരുന്നുണ്ട്. കാർഡിയോളജിയിൽ ഓരോ ബ്രാഞ്ചിലും അഡ്വാൻസ്മെന്റ് ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും കാർഡിയോളജി. അതേപോലെ തന്നെ ഇമേജിംഗ് സയൻസ്, ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും. കാരണം ഇപ്പൊ ഈ AFib അബ്ലേഷൻ ഇവൻ നമുക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഇടയ്ക്ക് ഇത് വരുന്ന കാരണം അവർക്ക് അവരുടെ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ അവസാനം ഈ അബ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞോടെ പുള്ളിക്ക് തന്നെ ഒരു പുതിയ ജീവിതം വന്നല്ലേ. പുള്ളി ജോലിയൊക്കെ വിട്ട് ഒരു റിട്ടയർഡ് പോലെ വീട്ടിൽ നിന്നാൾ ഇപ്പം തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നു. മേജർ അഡ്വാൻറ്റേജ് പലർക്കും ഉള്ളതെന്ന് വെച്ചാൽ അതോടെ അവർ ഈ രോഗി എന്നുള്ള മുദ്രവത്തിലൊക്കെ മാറി. അത് മാത്രമല്ല മരുന്ന് പിന്നെ പിന്നെ മരുന്ന് ആവശ്യമില്ല. ഇത്തരം പേഷ്യൻസ് എപ്പോഴും നമ്മൾ നേരത്തെ ഒരു അപസ്മാര രോഗികളെ പറ്റി പറഞ്ഞ പോലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കും, പെട്ടെന്ന് വന്നാലോ അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി. അതിനിങ്ങനെ ഒരു പെർമനന്റ് ക്യൂർ ഉണ്ട് എന്നുള്ളത് ആക്ച്വലി അറിയാം. പെർമനന്റ് ക്യൂർ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് അത് കഴിഞ്ഞ് അവർക്ക് ജീവിതശൈലി മാറ്റമൊന്നും വേണ്ട. അവർ ശരിക്കും നമ്മൾ ഫോളോ അപ്പിൽ ഇപ്പം എന്താ പലരും ചെയ്ത് കഴിഞ്ഞിട്ട് വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് പറയും ഞാനെല്ലാം ഓക്കെയാണ്, ജസ്റ്റ് ഒരു ECG എടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ 2 വർഷത്തെ ഒരിക്കലായിരിക്കും വരിക. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പറയും, നമ്മൾ തന്നെ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടേ വന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി അവർ ഫോളോ അപ്പിന് വരുമ്പോൾ പോലും പറയും നിങ്ങളൊരു രോഗി എന്ന് പറയാനില്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമില്ല, മെഡിസിൻ ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ പേഴ്സൺ. അതേപോലെ മറ്റൊരു അഡ്വാൻസ്മെന്റ് ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ കാർഡിയോളജിയിൽ നമ്മൾ കാണുന്നതിൽ ഒരു 75% പേഷ്യൻസും ഈ ബ്ലോക്ക് റിലേറ്റഡ് പേഷ്യൻസ് ആണല്ലോ. ഇതിലൊരുപാട് അഡ്വാൻസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് അത്ര അറിയില്ല. കാരണം ആളുകൾക്ക് പണ്ടും ഇപ്പോൾ കാൽഷ്യമുള്ള ബ്ലോക്ക് തുറക്കാൻ പറ്റില്ല,
അല്ലെങ്കിൽ CTO ബ്ലോക്സ് അല്ലെങ്കിൽ ചിപ്പ് CTO എന്നൊക്കെ പറയുന്ന വളരെ എന്താ advanced വെച്ചാൽ പണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് ബൈപ്പാസേ പറ്റും, സർജറി എല്ലാവർക്കും പറ്റും, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം, നെഞ്ച് തുറന്നിട്ടുള്ള ഓപ്പൺ ഹാർട്ട് സർജറി. ഓപ്പൺ ഹാർട്ട് സർജറി ഇപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് ട്രീറ്റ്മെന്റ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നെഞ്ച് തുറന്നിട്ട് ചെയ്യണം, അനസ്തീഷ്യ ചെയ്യണം, റിക്കവറി ഇൻഡിക്കേഷൻസ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, റിക്കവറി കുറച്ചുകൂടെ സ്ലോവർ ആണ്. ഒരു 2 weeks ഹോസ്പിറ്റൽ വേണം, സ്റ്റേ വേണം. പിന്നെ ചിലപ്പോൾ റിക്കവറി ഒരു 1 to 2 months ഒക്കെ എടുക്കുക. അപ്പോൾ ഒരു 70 years 80 years ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു റിക്കവറി ടൈം ലോങ്ങർ ആയിരിക്കും, ഹോസ്പിറ്റൽ പ്രൊലോങ് സ്റ്റേ. അതെല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ ഒരു അനുഭവത്തിൽ നമ്മൾ എത്രയോ ഇതേപോലെ സങ്കീർണമായിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റീസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട്. ആക്ച്വലി പലരും മിക്കവരും ആക്ച്വലി നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഹൈ റിസ്ക് കേസസിലാണ്. 80 വയസ്സുള്ളവർ 85 വയസ്സുള്ള സർജറി ചെയ്യാൻ പറ്റാത്തവർക്ക്. ആക്ച്വലി അവരുടെ കോംപ്ലക്സിറ്റി ഡിഫിക്കൽറ്റി വരുമ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയുടെ നീഡ് കൂടുന്നു, അതിന് ഫെസിലിറ്റി നമ്മളെ നോക്കുമ്പോൾ ആ ബ്ലോക്കുകൾ ഒരു 60-year-old കാണുന്നതിനെക്കാട്ടി വളരെ കോംപ്ലക്സ് ആണ്. കാരണം ആ സമയത്ത് ബ്ലോക്ക് കൊളസ്ട്രോൾ അല്ല, എല്ലാം കാൽഷ്യം ആണ്. കാൽഷ്യം പണ്ട് കണ്ടു കഴിഞ്ഞാൽ എക്സ്റേയിൽ കാൽഷ്യം കണ്ടു കഴിഞ്ഞാൽ എന്നെ ആദ്യമേ നമ്മൾ പറയും, നമ്മളിപ്പം കാർഡിയോളജി പഠിച്ച സമയത്ത് കാൽഷ്യം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ പിന്നെ സർജനെ അറിയിച്ചു ഇനി ഓപ്പൺ സർജറി പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം 80 years 90 years ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായിട്ടും ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സ്ട്രെസ് കൂടുതൽ. അപ്പോൾ നമ്മളൊരു ടീമായിട്ടും അതേപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ സ്ട്രെങ്ത് ആ ടീം വർക്ക്. ബിക്കോസ് നമുക്ക് ഏറ്റവും നമ്മളിപ്പോൾ നമ്മുടെ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും എടുക്കുന്ന ഏറ്റവും കോംപ്ലക്സ് കേസാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. എല്ലാ റെഫേർഡ് കേസസ് ആണ്. നമുക്ക് പല സ്ഥലത്തും സർജറി ചെയ്യാൻ പറ്റാത്ത, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത, ഫെയിൽഡ് കേസ്, സിമ്പിൾ കേസുകൾ നമ്മൾക്ക് എത്തുന്നില്ല. കോംപ്ലക്സ് കേസ് ആയിരുന്നു. ആ കോംപ്ലക്സ് കേസിൽ നമ്മുടെ ഔട്ട്കം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് 90 to 99% സക്സസ് റേറ്റ്, അധികം മോർട്ടാലിറ്റിയിൽ ഇത്രയും സങ്കീർണമായ ബ്ലോക്കുകൾ ചെയ്തിട്ട് പോലും. ഇപ്പോൾ സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി നമ്മളിപ്പം പണ്ടെല്ലാവരും പറയും ഏത് ഹാർട്ടിൻ്റെ ഓപ്പറേഷനും ഒരു 1 to 2% റിസ്ക് ഉണ്ട്. ഞാനിപ്പോൾ പലപ്പോഴും അറിയിക്കുക എല്ലാവരും പറയും അത് ബൈസ്റ്റാൻഡർ അടുത്ത് പറഞ്ഞിട്ട് കൺസെൻറ്റ് എടുക്കണം. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ അവരോട് ഇങ്ങനെ കുഴപ്പമില്ല നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യും ഇത്രേ പറയുന്നു. നമ്മൾ റിസ്ക് ഇപ്പോൾ പറയുന്നില്ല, സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റി റിസ്ക് പറയുന്നേ നിർത്തി എന്നുള്ള രീതിയിൽ. പിന്നെ മറ്റൊന്ന് വളരെ സങ്കീർണമായ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ്റെ സാധ്യത കുറച്ച് കൂടുതലാണല്ലോ. ഈ കോംപ്ലിക്കേഷൻസ് റിവൈവ് ചെയ്യണമെങ്കിലും ഒരു എക്സ്പെർട്ട് ടീമിന്റെ വളരെയധികം ഒരു ടീം വർക്ക് അല്ലേ ഏറ്റവും മേജർ തിങ് ഇതിനകത്ത് ടീം വർക്കാണ്. ബിക്കോസ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് അയാളുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ബ്ലോക്ക് ഡീൽ ചെയ്യുമ്പോഴോ ആ ഒരു ഹോൾ ടീം വിച്ച് ഹു ഇസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് അവർ റുട്ടീൻലി ചെയ്യുന്ന ഒരാളാകുമ്പോൾ ആ വർക്ക് ഫ്ലോ ഭയങ്കര ഇതാണ്. ഇപ്പം നമുക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ ടീമിലുള്ള ഒന്നെന്ന് വെച്ചാൽ ഒരു കോൾ ഫോർ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അനസ്തെറ്റിസ്റ്റ് റൗണ്ട് ദ ടേബിൾ കാത്ത് ലാബിലുണ്ട്. നമ്മൾ അറ്റ്ലീസ്റ്റ് 3 കാർഡിയോളജിസ്റ്റ് റൗണ്ട് ദ ടേബിൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. ഇൻഹൗസ് കാർഡിയോളജി ഉണ്ടല്ലോ, 24/7 കാർഡിയോളജിസ്റ്റ് ഇൻ ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ കാത്ത് ലാബ് ടീം തന്നെ അറ്റ്ലീസ്റ്റ് 3 ടെക്നീഷ്യൻസ് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുണ്ട്. നഴ്സിംഗ് സ്റ്റാഫ് അതനുസരിച്ച് തന്നെ 3 or 4 ആൾക്കാർ ഇൻ ദ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ എല്ലാവരും ഈ കോംപ്ലിക്കേഷൻസ് ഇടയ്ക്ക് കണ്ട് അത് ട്രീറ്റ് ചെയ്യുന്ന പാറ്റേൺ മനസ്സിലാണ്. നമുക്കിപ്പോൾ ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. അതേപോലെ തന്നെ തുടക്കം മുതൽ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒരു ഇൻഹൗസ് കാർഡിയോളജി. സാധാരണ നമുക്കറിയാം കാർഡിയോളജി എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കഴിഞ്ഞ് അങ്ങനത്തെ ഒരാളുകളെ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഇൻഹൗസ് കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷെ എന്നാലും നമ്മളത് തുടക്കം മുതലേ ഇൻഹൗസ് ജൂനിയർ കാർഡിയോളജിസ്റ്റ് വേണമെന്ന് നമ്മൾക്ക് അത് ഇൻസിസ്റ്റ് ചെയ്തതും അതും ഒരുപാട് നമുക്ക് പേഷ്യൻസിനെ റിവൈവ് ചെയ്യാനും അതേപോലെ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ടൈം ഇസ് ബ്രെയിൻ ആണ്. കാരണം എത്ര മിനിറ്റിനുള്ളിൽ നമുക്ക് റിസസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, എത്ര മിനിറ്റിനുള്ളിൽ എക്സ്പേർട്ട് അറ്റൻഷൻ. ഇപ്പോൾ ഓബ്വിയസ്ലി ഒരു എക്സ്പേർട്ട് ഒരാൾ അവിടെ നിൽക്കുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആ സമയത്ത് റൗണ്ട് ദ ക്ലോക്ക് ഹോസ്പിറ്റലുള്ളപ്പം അവർക്ക് വന്ന് പെട്ടെന്ന് എന്താ കാർഡിയാക് അറസ്റ്റിന്റെ കാരണം എന്ന് നിർണ്ണയിച്ച് അപ്പം തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഓരോ മിനിറ്റും പ്രത്യേകിച്ച് നമുക്ക് ഈ ഫെലോഷിപ്പ് നാഷണൽ ബോർഡിന്റെ ഈ ഫെലോഷിപ്പ് കിട്ടിയത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. കാരണം അവർ പോസ്റ്റ് DM ഓൾറെഡി കാർഡിയോളജിസ്റ്റ് വീണ്ടും നമുക്ക് ഇൻഹൗസ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ക്രിട്ടിക്കൽ കാരണം വളരെ എല്ലാത്തിനകത്തും കാർഡിയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണല്ലോ. എത്ര പെട്ടെന്ന് നമുക്കിപ്പം ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഡോക്ടർ ഗിരീഷ് പറയും ടൈം ഇസ് മസിൽ എന്ന് പറയുന്ന പോലെ. നമ്മൾ അതാണ് ഈ മറ്റേ നമ്മൾ എത്ര 90 മിനിറ്റ്സിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് വേൾഡ് ഓർഗനൈസേഷൻ പറയും. നമുക്ക് ഓൾമോസ്റ്റ് 20 to 40 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് മെജോറിറ്റി കേസസിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പേഷ്യന്റ് ICUവിൽ എത്തുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് ആക്ഷൻ റൈറ്റ് ഫ്രം
ഫ്രം ഇനീഷ്യൽ വരുന്ന ECG, റിസീവ് ചെയ്യുന്ന RMO, ഡോക്ടർ പ്ലസ് അവിടെയുള്ള ED സ്റ്റാഫ്, അവരുടെ അപ്ഡേഷൻ, അപ്പോഴേക്ക് അനസ്തീഷ്യയുടെ ഇൻവോൾവ്മെൻറ്റ്, കേസിൻ്റെ സാച്ചുറേഷൻ ഫോളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെബിലൈസേഷൻ ടൈം തന്നെ വളരെ ക്വിക്ക് ആക്കാൻ പറ്റും. നമുക്ക് കാത്ത് ലാബിലേക്ക് എത്താനുള്ള അപ്പോഴേക്കും ഒരു കാത്ത് ലാബ് ഫ്രീ ആക്കി വെക്കാൻ പറ്റുക. സൈമിൾട്ടേനിയസ്ലി 2 കാത്ത് ലാബ്സ് 24/7 ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു ഈ ചാലഞ്ചിനെ കുറേ അതിജീവിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് അനസ്തറ്റിസ്റ്റ് റൗണ്ട് ദ ക്ലോക്ക് ഉണ്ട്. എല്ലാ ടീമും അവർ എല്ലാ സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ പാനിക് എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മേജർ കോംപ്ലിക്കേഷൻ കൊറോണായിട്ട് റപ്ചർ എന്ന് പറയും, പെർഫറേഷൻ പറയും, അത് വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ടീമിന് അറിയാം ഇത് വരും, അപ്പോൾ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. ഓരോരുത്തർക്ക് അവരുടെ ജോലി അറിയാം. നമ്മൾ ഒരുപാട് റപ്ചർ കേസ് റിവൈവ് ചെയ്തു. റപ്ചർ കേസ് പണ്ട് ഇന്റർനാഷണലി കുറെ പേപ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തില്ല. 100% മോർട്ടാലിറ്റി ഉള്ള കേസൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ടീമിന് എല്ലാവർക്കും അവരാരും പാനിക് ആവുന്നില്ല. ആ ടീം ഇത് വരുമ്പം പ്രശ്നം വരുന്ന ഉടനെ അപ്പം തന്നെ ഡീൽ ചെയ്യാൻ എല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി ഓടുന്നില്ല. ഓരോരുത്തർ അവരുടെ ജോബ് ചെയ്താൽ മാത്രം മതി. ആ ടൈം സേവ് ചെയ്യാൻ എത്ര പെട്ടെന്ന് ഈ ഇത്രയും കോംപ്ലക്സ് ഇന്റർവെൻഷൻ നടക്കുന്ന അതേപോലെ ബാക്കപ്പ് കാർഡിയോതൊറാസിക് ഇത്രയും സങ്കീർണമായുള്ള കേസ് ചെയ്യാനുള്ള ധൈര്യവും ഇത്രയുള്ള നമ്മൾ ധൈര്യമായിട്ട് പേഷ്യനോട് പറയും നമുക്ക് കുഴപ്പമില്ല, ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നാണ്. ഇപ്പം ഒരു പേഷ്യൻ്റ് വന്നിരുന്നത് മിക്കവരും എല്ലാ സെൻറ്റേഴ്സും ആക്ച്വലി മൊട്ടമലബാർ എല്ലാ സെൻറ്ററിനും സർജറി പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസസ് ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വയറിനകത്തുള്ള ഒരു മുഴ അന്യൂറിസം അത് റപ്ചേർഡ് ആണ്. അവർക്ക് പക്ഷേ അവരൊരുമാതിരി ഒരു ഭയങ്കര കൺട്രാക്ചർ അതൊരുമാതിരി പൊട്ടുന്ന ഒരു ടൈം ബോംബ് പോലെ. അപ്പോൾ എല്ലാവരും അവരോട് പറഞ്ഞ ടൈം ബോംബ് പോലെ ഇതിന് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി അവർ ഓൾമോസ്റ്റ് ഏജ് ആയതുകൊണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും സർജറി റിഫ്യൂസ് ചെയ്യും. നമ്മളിവിടെ സർജറി റിഫ്യൂസ് ചെയ്യും. പക്ഷേ നമുക്കതൊരു കീ ഹോളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കീ ഹോളായിട്ട് നമ്മൾ ചെയ്യാൻ കാരണം നമുക്ക് എല്ലാ രീതിയിലുള്ള ബാക്കപ്പ് സർജിക്കൽ ടീമുണ്ട്. നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് ഇതെല്ലാം ഹൈബ്രിഡ് ആണ്. നമ്മളും സർജനോട് ചേർന്നിട്ട് ടീം വർക്ക് ആൻഡ് മോർ ടീമാണ് ഓൾവേസ് റീസൺ ബിഹൈൻഡ് സക്സസ്. അതേപോലെ റീസെന്റ് വന്നിട്ടുള്ള മറ്റൊരു ഡെവലപ്മെന്റ് നമ്മുടെ പീഡിയാട്രിക് കാർഡിയോളജിയിൽ ആക്ച്വലി പണ്ടൊക്കെ നമ്മൾ വെറും ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ASDs PDA മാത്രമായിരുന്നു ഡിവൈസ്. പക്ഷേ ഇന്നിപ്പോ ഡോക്ടർ കമ്രാൻ ആൻഡ് ടീം ദർ ഏബിൾ ടു ഡു ലൈക്ക് ഒരുപാട് കോംപ്ലക്സ്. പണ്ട് ആക്ച്വലി കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അടയ്ക്കാന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ 1 വയസ്സിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ഏറ്റവും 2-3 വയസ്സാകുമ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയ പോലെയാണ്. ഇപ്പോഴും ഓപ്പൺ ഹാർട്ട് സർജറിന്റെ ആവശ്യം വളരെയധികം കുറഞ്ഞിട്ടില്ലേ? മിക്കതും അവർക്ക് ചെറിയൊരു കീ ഹോൾ വഴി പ്ലഗ് ഇട്ടാൻ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടെ എത്ര പെട്ടെന്ന് നമ്മൾ കുട്ടിയുടെ ആ ഹോള് ക്ലോസ് ചെയ്യുന്നു, കുട്ടിക്ക് ബാക്കി അതിന്റെ ലോങ് ടേം ഇഫക്ട്സ് വരുന്നില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള പീഡിയാട്രിക് ഹാർട്ട് സർജറി വേണ്ടതാണെങ്കിൽ അതും ഇപ്പോൾ 6 മന്ത്സിനുള്ളിൽ ചെയ്യാൻ പീഡിയാട്രിക് സർജറി ഉണ്ടല്ലോ. ഡോക്ടർ ജനീൽ പറയും പണ്ട് നമ്മൾ ചോദിക്കും അയ്യോ 6 മാസമുള്ള കുട്ടിയിൽ എങ്ങനെ സർജറി, ഇത്രയും ചെറിയ സൈസുള്ള കുട്ടിയെ. പക്ഷേ ഡോക്ടർ ജനീൽ പറയുന്നത് തിരിച്ചാണ്. ഇപ്പൊ ചെറിയ വയസ്സുള്ള ഇപ്പം 6 മാസമുള്ള കുട്ടിയുടെ റിക്കവറി ഫാസ്റ്റർ ആണ്. കുട്ടിക്ക് കാരണം സെക്കൻഡറി ഇഫക്ട്സ് ഓഫ് ഈ മറ്റേ ക്രോണിക് ഹാർട്ട് ഡിസീസ് വരുന്നില്ല. എല്ലാ ഫീൽഡിലും ഇതേപോലെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകാനുള്ള കാര്യം. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും പറയുന്നത് ഇപ്പം നമ്മൾ ഹാർട്ട് ഫെയിലർ എന്ന് പറയും. ഹാർട്ടിന്റെ ഫെയിൽ ആയ ഒരു അവസ്ഥ, എല്ലാ രീതിയിലും പമ്പിങ് കുറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് വന്നു, ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്താലും ഹാർട്ട് അത് റിക്കവർ ചെയ്യാത്ത രീതി. ഹാർട്ട് ഫെയിലർ പണ്ട് വന്ന് നമ്മൾ ഡെത്ത് സെന്റൻസ് എന്നാ പറയാം. വന്നു ഇനി ട്രീറ്റ്മെന്റ് ക്യാൻസർ ഈക്വലന്റ് കാരണം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് സർവൈവൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 6 മന്ത് ആകെ 50% ആൾക്കാർ 2-1 നമ്മളിപ്പോ 2 ഹാർട്ട് ഫെയിലറിന് ഇന്ന് OP കണ്ട അഡ്വാൻസ് ഹാർട്ട് ഫെയിലർ അതിൽ നിന്ന് ഒരാൾ മാത്രം 50% ആൾക്കാർ 6 മാസത്തിനുള്ളിൽ മരണപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരു ഹാർട്ട് ഫെയിലർ ക്ലിനിക് ഉണ്ട്, ഡോക്ടർ ഗിരീഷ് ഹാർട്ട് ഫെയിലർ ക്ലിനിക് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് സ്പെസിഫിക്കലി ഹാർട്ട് ഫെയിലർ പേഷ്യൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ക്ലിനിക്കാണ്. മാത്രമല്ല ഇവരധികം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും വളരെ മോശമായിരിക്കും. പക്ഷെ ഇന്നത്തെ ന്യൂവർ അഡ്വാൻസ്മെന്റ് ട്രീറ്റ്മെന്റ്സ് കാരണം ഇപ്പൊ നിങ്ങളുടെ ഹാർട്ട് ഫെയിലർ പേഷ്യൻസ് ഒക്കെ ഒരു റീസണബിളി ഒരു നിയർ നോർമൽ ലൈഫ് ഓർമ്മയുണ്ട്. പണ്ട് ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ പണ്ട് ഒരു വളരെ പുവർ പ്രോഗ്നോസിസ്, അധികം ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫർ ചെയ്യാൻ പറ്റാനുമില്ല, മാത്രമല്ല ഡെത്തിന്റെ സാധ്യത അധികമെന്നുള്ള ആ ഒരു പേടിയോടുകൂടി ജീവിച്ചിരുന്ന പേഷ്യന്റുമാരെ അവരുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് അവരുടെ വർക്ക് പ്രൊഫൈലിൽ തിരിച്ചു പോകാൻ പറ്റുന്ന ചെറുപ്പക്കാരും പ്രായമുള്ളവരാണെങ്കിൽ അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അഡ്മിഷൻസ് ഇല്ലാതെ ഒരു നോർമൽ OP വിസിറ്റിൽ എത്താൻ പറ്റുന്നതിനുള്ള അവരെ മാത്രം നമ്മൾ സ്പെസിഫിക്കലി കാണുന്നു. അവരുടെ നമുക്ക് ഡ്രഗ്സ് വന്നിട്ടുണ്ട്. പണ്ട് ഈ പമ്പിങ് വളരെ വീക്ക് ആയിട്ടുള്ള ഇപ്പൊ സിവിയർ LV ഡിസ്ഫങ്ഷൻ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഹോപ്പോട് കൂടി ജീവിക്കാനുള്ള ഒരു സാധ്യത ഡ്രഗ്സ്, അതായത് ഗൈഡ് ലൈൻ ഡയറക്റ്റഡ് മെഡിക്കൽ തെറാപ്പി എന്ന് പറയുന്ന ആ പില്ലേഴ്സ് ഒരു 4-5 മരുന്നുകൾ കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ എത്തിക്കാനുള്ള ഒരു ചാലഞ്ച് ഉണ്ട്. പക്ഷേ പേഷ്യനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ PAs ഒക്കെ വെച്ച് അവരായിട്ട് ഫോണിൽ ഫീഡ്ബാക്ക് എടുത്ത് വെയിറ്റ് ചേഞ്ചസ് ഒക്കെ മോണിറ്റർ ചെയ്ത് അങ്ങനെ ഒരു ഓപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ഒരു 50% അഡ്മിഷൻസ് കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫ് സ്പാനും ഡെഫിനറ്റ്ലി ഒരു 50% ഇൻക്രിമെന്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് അതിൽ നിന്ന് വേണ്ട ആർക്കാണ് ശരിക്കും അതിന്റെ മേലത്തെ തെറാപ്പി ആവശ്യമുള്ളൂ. കറക്റ്റുള്ള ഡിസർവിംഗ് പേഷ്യൻസ് ചിലപ്പോൾ ICD അല്ലെങ്കിൽ CRP അങ്ങനത്തെ ഡിവൈസസ് വേണ്ടി വരുന്ന പേഷ്യന്റ് ഇന്റേണൽ മീറ്റിംഗ്
നടത്തിയിട്ട് നമ്മളൊരു ഇതുണ്ടാക്കുന്നുണ്ട്, ചെക്ക് ലിസ്റ്റ് പോലെ ഈ ഡ്രഗ്സ് എല്ലാവർക്കും കിട്ടിയെന്നൊന്ന് ഉറപ്പാക്കാൻ. അപ്പം അത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ടിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗ് ഒക്കെ എസെൻഷ്യലായിട്ട് നമ്മൾ പറയില്ല 4 പില്ലർ ഓഫ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പുതിയ ഈ ഡ്രഗ്സ്. അപ്പം നമ്മൾ ആരും ആക്സിഡന്റ് പോലും മിസ്സാവാതിരിക്കാൻ പോലും ചെക്ക് ലിസ്റ്റ്. ICU തൊട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ആ പോയിന്റ് തൊട്ടേ നമുക്കിപ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് ഓർഡർ ഉള്ളതുകൊണ്ട് അത് മിസ്സാവില്ല. ഡിസ്ചാർജ് ആകുമ്പോൾ അതെല്ലാം ഉണ്ടാവും. പിന്നെ ഫോളോ അപ്പിലും എന്തുകൊണ്ട് ഒരു മരുന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള പല റീസൺസ് നോട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ അത് മാത്രമല്ല, അതിന്റെ മേലെ പോകേണ്ട കേസസ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലും അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് അതിലും വന്നിട്ടുണ്ടല്ലോ. ഇംപ്ലാന്റബിൾ ടൈലേർഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ഹാർട്ട് ഫെയിലിയർ തന്നെ മെഡിക്കൽ തെറാപ്പി ഏറ്റവും ബെസ്റ്റ് രീതിയിൽ കൊടുക്കുക, വർക്ക് ചെയ്തില്ല, അപ്പം നെക്സ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിൽ നമുക്ക് ആക്ച്വലി ഈ പറയുന്ന പോലെ ഇപ്പൊ ഇവർക്ക് മെയിൻലി ഉണ്ടാവുന്ന മേജർ പ്രശ്നം എന്താ, ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുക, സഡൻ കാർഡിയാക് ഡെത്ത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലായി, പൾമണറി എഡീമ, ശ്വാസം മുട്ടലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വെന്റിലേറ്ററിലായി, അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മരണപ്പെടുക. ഇത് രണ്ടും പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇപ്പം സഡൻ കാർഡിയാക് ഡെത്ത് പ്രിവെന്റ് ചെയ്യാനാണെങ്കിൽ ഒരു ICD എന്ന് പറയുന്നത് സാധാരണ പേസ് മേക്കർ, ഒരു നമ്മൾ ജസ്റ്റ് ഷോൾഡറിന്റെ അവിടെ ചെറിയൊരു മുറിവ് ഉണ്ടാക്കി ഒരു ബാറ്ററി വെച്ച് ഹാർട്ടിനകത്തോട്ട് ഒരു വയർ വെക്കുക, മിടിപ്പ് താളം തെറ്റിയ ഈ മെഷീൻ തന്നെ മനസ്സിലാക്കി ഒരു ചെറിയ ഷോക്ക് കൊടുക്കും. രോഗി പോലും അറിയാതെ അവർ ചിലപ്പോൾ സമയം കിട്ടും. അത് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ എന്താ നെക്സ്റ്റ് ലെവൽ പ്ലാൻ ചിന്തിക്കാനുള്ള ആ ഒരു 6 months or 9 months നമുക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് തിങ്. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ പല സഡൻ ഡെത്ത് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ഒരു കാറ്റാസ്ട്രോഫ് വരിക. ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെല്ലാം ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് നിന്ന് പോയി കുഴഞ്ഞു കൊണ്ട് മരണപ്പെടുക. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാണ് നമ്മുടെ ഇതിനകത്തൊരു ഏറ്റവും. കാരണം അത് ഈ ഒരു ICD വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും ICD വെക്കുമ്പോൾ പലരും ചോദിക്കും ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യാൻ. പറയും വർക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ലൈഫ് ഇൻഷുറൻസ് ആണ്. ശരിക്കും ഒരു നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നവർ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ആയത് ഇത് ആവശ്യം വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ വന്നാൽ നിങ്ങൾ പോലും അറിയാതെ അത് ഇമ്മീഡിയറ്റ്ലി അകത്തുനിന്ന് ഷോക്ക് കൊടുത്ത് നിങ്ങൾ അതർവൈസ് ആ മെഷീൻ ഇല്ലാതെ 100% വരുമ്പോൾ നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഷോക്സ്, മൾട്ടിപ്പിൾ ICD ഷോക്സ് സർവൈവ് ചെയ്ത് വന്നതാണല്ലോ. ഞാൻ എന്റെ ICD പേഷ്യൻസിനോട് പറയാറുണ്ട്, നിങ്ങളൊരു ICU നിങ്ങളുടെ കൂടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ്. കാരണം ഓൾ ദ ടൈം 24 hours അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഷോക്ക് കിട്ടി. ഞാൻ ഷോക്ക് ഇല്ലായിരുന്നു നമ്മൾ തമ്മിൽ സംസാരിക്കില്ലായിരിക്കും. കാരണം നിങ്ങൾ അതോടെ കൊളാപ്സ് ആയി പോയിരുന്നു. ICD ഉള്ളതുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്തു. പിന്നെ CRT ആക്ച്വലി നിങ്ങൾ പലരും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വെന്റിലേറ്ററിലായി അങ്ങനെയുള്ളവർ ഒരിക്കൽ CRT വെച്ച് കഴിഞ്ഞാൽ പലരും ആക്ച്വലി ഒരു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരും. ആക്ച്വലി പലരും തിരിച്ച് ജോലിയിൽ പോകും. അതെന്താണെന്ന് വെച്ചാൽ അധികം ആളുകൾക്കും ഇപ്പൊ പമ്പിംഗ് ഒക്കെ വീക്കായി, ബൈപ്പാസ് കഴിഞ്ഞു, പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, കുറെ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസ് ഉണ്ട്. അത്തരം പേഷ്യൻസ് അറിയില്ല അവർക്ക് ഒരു ഹോപ്പായിട്ട് CRT ഉണ്ട് എന്നുള്ളത്. അത്തരം പേഷ്യൻസിനല്ലേ ഇത് CRT. പിന്നെ ആൾക്കാർ വയ്ക്കും സർജറി, എന്ത് സർജറി അല്ല, അതും നമ്മൾ ഈ പറയുന്ന ജസ്റ്റ് സാധാരണ ഒരു പേസ് മേക്കർ ഒരു 1 hour എടുക്കുന്ന പ്രൊസീജിയറേ ഉള്ളൂ. ചെറിയ ഷോൾഡറിൽ മുറിവുണ്ടാക്കുക, അവിടെ ഒരു ബാറ്ററി വെക്കുക, ഹാർട്ട് അത് ആ കീ ഹോൾ വഴി തന്നെ ഹാർട്ടിനകത്തോട്ട് ഒരു 3 വയർ വെച്ച ഹാർട്ടിന്റെ പ്രവർത്തനം ഒരു സമന്വയമായിട്ട് ചെയ്യിപ്പിച്ചിട്ട് സിങ്ക്രണസ് ആയിട്ട് ചെയ്ത് ഹാർട്ടിന്റെ വർക്കിംഗ് ഒരു ഹാർട്ടിലോട്ട് കറണ്ട് കൊടുത്ത് ഹാർട്ടിനെ സിങ്ക്രണസ് ആയി വർക്ക് ചെയ്ത് ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്കിൽ നമുക്ക് പലപ്പോഴും ആരാണ് ഐഡിയൽ ചൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡിസ്കഷനിലൂടെ കറക്റ്റ് കേസിനെ പിക്ക് ചെയ്യാൻ പറ്റും. റെസ്പോണ്ട് ചെയ്യുന്ന കേസ് ക്ലിനിക് വഴിയാണ് റൂട്ട് ചെയ്ത് വരുന്നത്. ഇവർ ഐഡിയൽ കേസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മൾ CRT ഒക്കെ ട്രൈ ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ലക്ക് എന്ന് വെച്ചാൽ നമുക്ക് CRT ഒക്കെ ട്രൈ ചെയ്തിട്ടും വർക്ക് ചെയ്തില്ല. നമുക്ക് ഫൈനൽ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ എത്ര ട്രാൻസ്പ്ലാന്റ് 9 പേരും ഹയസ്റ്റ് സക്സസ് റേറ്റ് ഉള്ള ഓൾമോസ്റ്റ് 7-8 years ആയല്ലോ ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഇത് അത് മാത്രമല്ല ഈ ട്രാൻസ്പ്ലാന്റിനെ പറ്റിയും ഈ ഈവൻ ആക്ച്വലി മെഡിക്കൽ ഫീൽഡിൽ പോലും എന്നോട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു കാർഡിയാക് അല്ല വേറൊരു സർവൈവൽ എത്രയാണെന്നുള്ളത് നമ്മുടെ ഫിനിഷറിന് ആക്ച്വലി ഒരു കോമ്പറ്റീഷന് പോയിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിന്റെ ഒരു അത്ലറ്റിക് ഗെയിംസ് നാഷണൽ ലെവലിൽ അതില് 200 meters ഫസ്റ്റ് വന്നു. അപ്പോ കുറെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു ചോദിച്ചു, അല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്ക് ഇങ്ങനെ ഓടാനൊക്കെ പറ്റുമോ? അപ്പോൾ അതാണ് അതിന്റെ ആക്ച്വലി ആളുകൾക്ക് കിട്ടുന്ന മെസ്സേജ്. ആളുകൾ വിചാരിക്കും ഇവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞവർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിയിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി, കോംപ്ലക്സ് ആയ ബ്ലോക്കുകൾ മാറ്റൽ എന്നിവയെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഹാർട്ട് ഫെയിലിയർ, അതിൽ മെഡിസിൻസ്, അതിനുശേഷം ഡ്രഗ്സ് കൂടാതെ ഡിവൈസസ്, ഇതെല്ലാം കഴിഞ്ഞാലും സ്റ്റിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഹാർട്ടിന്റെ എല്ലാ രീതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വേറെ എന്ത് രോഗത്തെക്കാളും ആക്ച്വലി ഹാർട്ടിന്റെ രോഗത്തിൽ ഒരു പ്രതീക്ഷ ഏത് സ്റ്റേജിലും നമുക്ക് നമ്മൾ ആദ്യം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, പിന്നീട് നമ്മൾ അത് ആക്ച്വലി വീണ്ടും റിക്കറൻസ് വരുമ്പോൾ അപ്പോഴും ചെയ്യുന്നു. പല പ്രാവശ്യം ഒക്കെ വന്ന് ഫെയിലായ കേസ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോയാൽ അവർക്ക് നല്ല ന്യൂവർ ഹാർട്ട് ഫെയിലിയർ ക്ലിനിക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതും കഴിഞ്ഞ് ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് CRT ICD ഉണ്ട്, അതിലും രക്ഷയില്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഒരു പല സ്റ്റേജിലായിട്ട് ഈ ഒരു വൈദ്യശാസ്ത്രത്തിൽ പോയി വന്ന അഡ്വാൻസ്മെന്റും മെഡിക്കൽ തെറാപ്പിയിൽ വന്ന അഡ്വാൻസ്മെന്റും ഈ ഒരു ടീം എഫേർട്ടോട് ആയതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓൾമോസ്റ്റ് പണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, പണ്ട് ഓപ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ,
പണ്ട് സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്ന അസുഖങ്ങൾ ഇത് പലതും പെർമനന്റ് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുത്ത് നോർമൽ കാർഡിയോളജിയിൽ ഇത്രമാത്രം ഡെവലപ്മെന്റ്സും ഇത്രമാത്രം ഹോപ്സും ഉണ്ട് എന്നുള്ളത് പബ്ലിക് അല്ലെങ്കിൽ ഹൃദ്രോഗികൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു കാർഡിയോവാസ്കുലർ, ഇപ്പോൾ നമ്മൾ കാർഡിയോളജി എന്ന് പറയുമ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണല്ലോ, അപ്പോൾ ഹാർട്ടും അതിൻ്റെ ബ്ലഡ് വെസൽസും അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. ആ ഏരിയയിലൊക്കെ നമുക്ക് മുറിവ് കരിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അവസാനം കറുപ്പ് വരും, ഗാംഗ്രീൻ വരും, അത് മേളിലോട്ട്. എസ്പെഷ്യലി പ്രമേഹ രോഗികൾ അൺകൺട്രോൾഡ് അവർക്ക് ഈ അവര് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക തരിപ്പാണെന്ന് മാത്രം തിരിച്ചു പോകുന്ന അത് ആക്ച്വലി ഈ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ലിംപ് ലോസ് പല ആളുകൾക്കും പ്രമേഹ രോഗം കൊണ്ട് കാലിന്റെ വിരൽ മുറിച്ചു മാറ്റുക, കാല് തന്നെ മുറിച്ചു മാറ്റുന്ന അവസ്ഥ എത്രയോ സംഭവിക്കുന്നുണ്ട്. അത് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈവൻ ഇറ്റ് ഇസ് വേഴ്സ് ദാൻ ഡെത്ത് എന്ന് ഞാൻ പറയാം. പ്രിവെന്റബിൾ ആണ്. അത് ഈ മുറിവ് ഉള്ള സമയത്ത് ശരിക്കും ഒരു ഡോക്ടർ നോക്കി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് നീക്കി ആ മുറിവ് ഹീൽ ചെയ്യുക മാത്രമല്ല ലിംബിന്റെ ലിംബ് സേവിംഗ് ആണ്. പക്ഷെ അതെന്താ പ്രോബ്ലം അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അതൊരു മെഡിക്കൽ ഫീൽഡ് ഒരു നെഗ്ലക്റ്റഡ് ഏരിയ ആണ്. ആക്ച്വലി അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ആളുകൾ അതിനിപ്പോ ഡോക്ടർ അശ്വിനോടുണ്ട് നമുക്ക് ആ ഒരു പെരിഫറൽ ഇപ്പൊ നമ്മുടെ ഒരു പെരിഫറൽ വാസ്കുലർ ഡിസീസിന്റെ ടീം ആക്ച്വലി ഇപ്പോൾ ദേ ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. എത്രയോ കാലം അല്ലെങ്കിൽ വിരൽ മുറിക്കേണ്ട കേസുകളൊക്കെ സാൽവേജ് ചെയ്ത് ഒരു നോർമലായിട്ട് ജീവിക്കാൻ എത്രയോ ആളുകൾക്ക് ഇത്തരം പ്രൊസീജിയേഴ്സ് കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സന്തോഷകരമായ കാര്യം. പിന്നെ ഓഫ്കോഴ്സ് നൂതനമായിട്ടുള്ള BP, ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾ ബ്ലഡ് പ്രഷറിന് പോലും ഇന്റർവെൻഷൻ ഇപ്പോൾ വന്നു തുടങ്ങി. നമ്മൾ പറഞ്ഞില്ല, സർജറി ചെയ്ത് മാത്രം മാറ്റിയിരുന്ന വാൽവ് പണ്ട്. ശരിക്കും ബിപിയുടെ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കോമണസ്റ്റ് ഡിസീസ് ആണ്. ആൾക്കാർ ഇപ്പൊ ഒരു മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യും, 2ലേക്കായി കഴിച്ച് പലരും വന്നിട്ട് പറയും എനിക്കിപ്പോ 7 മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, 8 മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ടും BP കൺട്രോൾ ചെയ്ത്. അപ്പൊ ആൾക്കാരെന്ന് പറഞ്ഞാൽ BP ഒരു മെഡിക്കൽ ഡിസീസാണ്, മരുന്ന് കഴിച്ചു. പക്ഷേ ഈവൻ ഞാൻ പറയാം 70% ഡോക്ടേഴ്സ് അറിയില്ല ഇതിനിപ്പോ ഒരു റീനൽ ഡീനർവേഷൻ എന്ന് പറഞ്ഞൊരു കീ ഹോൾ പ്രൊസീജിയർ ഉണ്ട്. ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഈ കിഡ്നിയിലോട്ടുള്ള നെർവ്സിനെ നമ്മൾ അബ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ട്, അവർ 8 മരുന്ന് BP മരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് ഈ ഡീനർവേഷൻ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അവർ നമ്പർ ഓഫ് മെഡിസിൻസ് നന്നായി കുറഞ്ഞു വരുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ BP കൺട്രോൾ ആവുന്നതോടെ അവർക്ക് സ്ട്രോക്കിന്റെയും ഹാർട്ട് കുറയാണ്. ഇവിടെയാണല്ലോ അതിന്റെ ഫസ്റ്റ് റീനൽ ഡീനർവേഷൻ കേസ് കേരളത്തിൽ തന്നെ ചെയ്തത്. ആ പേഷ്യന്റ് വളരെ ബെറ്റർ ആയിട്ടുണ്ട്. അല്ലെ, ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പോൾ മലബാറിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ആദ്യത്തെ 3D ഇലക്ട്രോ അനാറ്റമിക് മാപ്പിംഗ് ഫെസിലിറ്റി നമ്മൾ ഈ പേസ് മേക്കറിൽ പറയുന്നതിൽ ക്യാപ്സ്യൂൾ പേസ് മേക്കർ, ലീഡ്ലെസ് പേസ് മേക്കർ, സർജറി ഇല്ലാത്ത പറഞ്ഞാൽ ലോകത്ത് തന്നെ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസുള്ള പേസ് മേക്കർ നമുക്കൊരു കീ ഹോൾ ആയിട്ട് ഇപ്പം അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡുവൽ ചേംബർ ലീഡ്ലെസ് പേസ് മേക്കർ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യം ചെയ്തത്. കേരളത്തിലെ ഡുവൽ ലീഡ്ലെസ് പേസ് മേക്കർ നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ തൊലിയുടെ പുറത്ത് വെക്കുന്ന ICD, ഈ സ്ട്രോക്ക് വരുന്ന പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ അപ്പൻഡേജ് ക്ലോഷർ, ഈ റീനൽ ഡീനർവേഷന്, അങ്ങനത്തെ എത്രയോ നൂതന ചികിത്സകൾ നമ്മൾ ഭാഗ്യത്തിന് നമ്മുടെ ഈ ഒരു ടീം വർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ആ സജ്ജനമായ അതേപോലെ വളരെ കഠിനമായ ബ്ലോക്കുകൾ കാൽഷ്യം റോട്ടോട്രിപ്സി വഴി റോട്ടോട്രിപ്സി, അതായത് ഈ കാൽഷ്യം പൊട്ടിക്കാനുള്ള ഒരു ഡയമണ്ട് ബറൂൺ റൂട്ട് അബ്ലേഷൻ ചെയ്യുക, ഓർബിറ്റൽ ആത്രക്ടമി എന്ന് പറഞ്ഞാൽ കാൽഷ്യം പൊട്ടിച്ചു മാറ്റി അതിനകത്ത് സ്റ്റെൻഡ് ഇടാൻ പറ്റുന്ന രക്തം എന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോകുന്ന സ്റ്റെൻഡ്, ബയോ അബ്സോർബബിൾ സ്റ്റെൻസ്, ഇതെല്ലാം ശരിക്കും നമ്മളാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഫോക്കസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചും കൊണ്ടാണല്ലോ സർ ഇതെല്ലാം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റും ശരിക്കും നമ്മൾ ഇവിടുന്ന് ആദ്യം ചെയ്യും. നമ്മുടെ ടീമാണ് ഏറ്റവും നോർത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ഐറ്റം ഫസ്റ്റ് ചെയ്യാം. അതേപോലെ അത് അതേ റെക്കോർഡിലും സക്സസ് റേറ്റും ലോങ് ടേം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമാണ്. ഒക്കെ അവരൊരു നോർമൽ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരത്ര നല്ല ഒരു നോർമൽ, അവരെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ നന്ദകുമാർ സാറിന് ഒരു പേഴ്സണൽ കെയർ ഉണ്ട്. സാർ അവരെ ആദ്യം കണ്ട് അവരെ ഇനീഷ്യൽ ജഡ്ജ് ചെയ്ത് അവരുടെ ആ ടീം വെച്ച് അതിനെ ഹൂ ആർ ഗുഡ്. നമ്മൾ പലപ്പോഴും ഒരു നമ്മൾ നന്ദകുമാർ സാറിന് വിട്ട് കഴിഞ്ഞാൽ സാർ ഉടനെ സർജറി ചെയ്യും. സാർ പക്ഷേ അതിനകത്ത് നല്ല ശതമാനം കേസ് സാർ തന്നെ റിജക്ട് ചെയ്യും, ഇത് പറ്റില്ല, ഇത് ചെയ്യില്ല. വളരെ കെയർഫുൾ സെലക്ഷൻ ഓഫ് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ ചെയ്ത പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഭയങ്കര സിസ്റ്റമാറ്റിക് മെറ്റിക്കുലസ് ആയിട്ടുള്ള ഫോളോ അപ്പ്. വേറെ ആരും ഇന്റർഫിയർ ചെയ്യുന്നില്ല. നന്ദകുമാർ സാർ തന്നെ ഹെഡ് ചെയ്ത സാറിന്റെ ടീം തന്നെ അതിന്റെ മെഡിക്കേഷൻസ് മുതൽ ബയോപ്സി മുതൽ എല്ലാ ഇൻഡിവിജ്വൽ പേഴ്സണൽ കെയർ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റ് 90% സർവൈവൽ റേറ്റ് വരുന്നത്. ഇനീഷ്യൽ ചെയ്യാൻ മാത്രമല്ല ആ ഒരു സക്സസ് റേറ്റ് നന്ദകുമാർ സാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാർഡിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലം. ഇന്നിപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ആക്ച്വലി നമ്മളാണിപ്പം ഒരു ഫ്രണ്ടിലുള്ളത് ആക്ച്വലി അല്ലേ. ഹയസ്റ്റ് ഇൻസിഡൻസ് ഡയബറ്റീസ്. പക്ഷെ അതിലൊരു നല്ല കാര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രോത്തിന്റെ കൂടെ തന്നെ കാർഡിയോളജിയിലുള്ള ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻസും ടെക്നോളജിയും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരുപാട് രോഗികൾക്ക് നമുക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞു വാൽവ് ഓപ്പൺ സർജറി വേണ്ട വാൽവ്
അത് ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു ഡോക്ടർ ഗിരീഷിനോട്. ഇപ്പോൾ നമ്മൾ 11 വർഷം മുമ്പ് മെട്രോമെഡ് ഇവിടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ഫെസിലിറ്റിയും ഇന്നുണ്ടായിരുന്ന ഒരു ഫെസിലിറ്റിയും നമ്മൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് അത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടർ അരുൺ മെൻഷൻ ചെയ്ത മാതിരി ഈ വാൽവിന്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അന്ന് തീർച്ചയായും ഓപ്പൺ സർജറി അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്ന പല കേസസും ഇപ്പോഴത്തെ ഒരു ഓപ്ഷനിൽ ഓപ്പൺ സർജറി റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്നവര് ഇപ്പൊ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അല്ല ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ സർജറി ചെയ്യുന്നില്ല, നമുക്ക് കീഹോൾ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ടാബ് ഉണ്ടല്ലോ, ആ വാൽവ് റീപ്ലേസ്മെന്റ്, ആ ലേഡി ആ ഉമ്മ വന്നിട്ട് ആക്ച്വലി അവര് അതിന് മുമ്പ് ഫെയിലിയർ ആയിട്ട് അധിക സമയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പണിയായിരുന്നു അവരുടെ മക്കൾക്ക്. ആക്ച്വലി ഇത് ചെയ്തതിന് ശേഷം അവർ പിന്നെ ഒരിക്കലും അഡ്മിറ്റ് ആകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല അവർ ഹജ്ജിന് പോവുക പോലും ചെയ്തു. ഇപ്പം 7ാമത്തെ വർഷം ഈ കീഹോൾ സർജറി ചെയ്ത് വാൽവ് റീപ്ലേസ് 30 പേർക്കോളം ഈ ടവിയനെ ചെയ്തിട്ടുണ്ട്. ഇത് നെഞ്ച് തുറക്കണ്ട, ആൻജിയോഗ്രാം പോലെ ചെയ്യുന്ന ലാഘവത്തോടെ ചെയ്യാം. ചെയ്യുന്ന ദിവസം വരുന്നു, ചെയ്ത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം പേഷ്യന്റ് വീട്ടിൽ പോകുന്നു. പിന്നെ ടാവർ എന്ന് പറഞ്ഞ അയോട്ടിക് വാൽവിനെ നമുക്ക് കീഹോൾ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാം. അയോട്ടിക് അതേ ലാഘവത്തോടുകൂടി തന്നെ ഇപ്പോൾ നമുക്ക് വാൽവ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിന് കുറെ പുതിയ വാൽവുകൾ വന്നിട്ടുണ്ട്, കോംപ്ലിക്കേഷൻസ് വളരെ കുറഞ്ഞു വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് ചെയ്ത് നമുക്ക് നീക്കാമെന്ന്. അതുമാത്രമല്ല ഈ അയോട്ടിക് വാൽവ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷം ചെയ്യുന്നത്, അത് മൈട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ പണ്ട് എന്തായാലും ഓപ്പൺ സർജറി വേണ്ടെന്ന് പറഞ്ഞ കേസ്. ഇപ്പം മൈട്ര ക്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടിട്ട്, ആക്ച്വലി കേരളത്തിൽ തന്നെ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്തത്. മൈട്രൽ ഇടയ്ക്കിടയ്ക്ക് വെന്റിലേറ്ററിൽ ശ്വാസം അതിന്റെ കൂടെ നല്ല സിവിയർ സർജറി ചെയ്യാൻ എന്തായാലും പ്രയാസമായിരിക്കും. അവർക്ക് ആ പേഷ്യന്റിന് 83 വയസ്സുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരെ വെന്റിലേറ്ററിലാക്കുക. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ 2 ആഴ്ചയും കൂടുമ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പം ഹോസ്പിറ്റൽ ഓൾമോസ്റ്റ് വിട്ടുപോകാത്ത രീതിയിലായി. അവരിപ്പം ഒരു വീടെടുത്ത് ഹോസ്പിറ്റലിൽ അടുത്ത് നിൽക്കുന്ന രീതിയിലാവുന്ന ഒരു അവസാനം ഒരു ക്ലിപ്പ് ഇട്ടൊരു, അത് കീഹോൾ പ്രൊസീജിയറാണ്. ജസ്റ്റ് കാലിനൊരു പങ്ക്ചർ മാത്രം മതി. ഈ ലീക്ക് ചെയ്യുന്ന വാൽവിനെ ചെറിയൊരു ക്ലിപ്പ് ഇട്ടാൽ മതി, മൈട്ര ക്ലിപ്പ് എന്ന് പറഞ്ഞ്. അതിട്ട് കഴിഞ്ഞോടെ പിന്നെ പേഷ്യന്റ് ഒരിക്കലും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. ആൻഡ് അത് കഴിഞ്ഞ് അവർക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. 83 ഇയേഴ്സിൽ ഓപ്പൺ സർജറി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൈട്ര ക്ലിപ്പ് ചെയ്തോടെ ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. അപ്പോൾ പല സങ്കീർണമായ സിറ്റുവേഷനിലും പുതിയ പുതിയ സൊല്യൂഷൻ വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എപ്പോഴും ഹൃദ്രോഗികൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിവിടെ പറയാൻ തോന്നുന്നു. ബ്ലോക്ക് പ്രശ്നങ്ങൾ പണ്ട് മുതലുള്ള കോംപ്ലക്സ് പ്രശ്നങ്ങളുണ്ട്, സൊല്യൂഷൻസ് ഇല്ലാത്തതിന് ഇപ്പം സൊല്യൂഷൻസ് ഉണ്ട്. ഡിഫിക്കൽട്ട് സിനാരിയോയിൽ ഇപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എത്ര ഏജ് കൂടിയാലും എത്ര ഡിഫിക്കൽട്ട് സിനാരിയോ ആണെങ്കിലും ഒരു ടീം വർക്കോടെ നമുക്ക് പലതിനും ഒരു നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു ഔട്ട്കം കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഡിസ്കഷൻ പ്രേക്ഷകർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ഹൃദ്രോഗികൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് എന്ന് പറയുന്നത്. There is always hope. Hope never ends. Hope never ends. Thank you. Thank you.